നമുക്ക് മേൺ സ്റ്റാക്കിലെ ആയിട്ടുള്ള മോങ്കോഡിബിനെ പറ്റി പഠിക്കാം. മോങ്കോഡിബി എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് ആണ്. അതായത് നമ്മൾ സോഫ്റ്റ്വെയർ സിസ്റ്റംസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഡാറ്റനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ലാംഗ്വേജുകളെ സിസ്റ്റത്തിനാണ് നമ്മൾ ഡാറ്റാബേസുകൾ എന്ന് വിളിക്കുക. ഡാറ്റാബേസുകൾ പല ടൈപ്പ് ഉണ്ട്. സീക്വൽ ടൈപ്പ്, നോ സീക്വൽ ടൈപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന സാധനം മോങ്കോഡിബി ആണ്. മോങ്കോഡിബി ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ നിങ്ങൾ ഡിസ്കോഡ് ഒക്കെ കേട്ടിട്ടുണ്ട്. ഡിസ്കോഡ് ഒക്കെ ഇനീഷ്യലി മോങ്കോഡിബി ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഡോക്യുമെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് ആണ് മോങ്കോഡിബി എന്ന് പറയും. അതായത് ഇത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ സീക്വൽ ടൈപ്പ് ഡാറ്റാബേസുകൾ ഉണ്ട്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും MySQL അല്ലെങ്കിൽ PostgreSQL ഒക്കെ കേട്ടിട്ടുണ്ടാവും. അതിലൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ നമ്മൾ ഡാറ്റ സ്ട്രക്ചർഡ് ആയിട്ട് ടേബിൾസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷേ മോങ്കോഡിബിയിൽ അത് മാറിയിട്ട് നമ്മൾ ഡോക്യുമെന്റ് ആയിട്ടാണ് ഡാറ്റനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JSON ഡോക്യുമെന്റ്സ് ആയിട്ടാണ്, ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നൊട്ടേഷൻ. ഇത്രയേ ഉള്ളൂ. നമ്മൾ പൈത്തണിലെ ഡിക്ഷണറി എന്ന് വിളിക്കുന്ന, ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്ന, ജാവയിൽ മാപ്പ് എന്ന് വിളിക്കുന്ന ആ ഒരു സാധനം, കീ വാല്യൂ പേഴ്സ് ആയി. അപ്പോൾ ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് എല്ലാ ഡോക്യുമെന്റിനും ഒരേ ഫീൽഡുകൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. സ്ട്രക്ചേർഡ് ആകുന്ന സമയത്ത് നമുക്ക് പ്രൈമറി കീ സെറ്റ് ചെയ്യണം. അങ്ങനെ കുറെ സാധനങ്ങൾ സ്ട്രക്ചർ ആയിട്ട് വേണമായിരുന്നു. ഇവിടെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഫ്ലെക്സിബിൾ ആണ്. നമ്മുടെ യൂസ് കേസ് അനുസരിച്ചിട്ട് നമുക്കത് എൻഫോഴ്സ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ മോങ്കോഡിബി നമ്മുടെ ലോക്കലി ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പകരം നമ്മൾ ഡിപ്ലോയിഡ് വേർഷനാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, എസ്പെഷ്യലി വെബ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ അത് നമ്മൾ ഡിപ്ലോയ് ചെയ്യണം. അതിന്റെ ഡാറ്റാബേസ് സൈഡും എന്തായാലും നമ്മൾ ഡിപ്ലോയ് ചെയ്യണം. അപ്പം ഓൾറെഡി നമ്മൾ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സാധനം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഡിപ്ലോയ്മെന്റ് ഫേസ് കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ട് കഴിയും. അതിന് വേണ്ടിയിട്ട് നമ്മൾ മോങ്കോഡിബിയുടെ അറ്റ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലൗഡ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഫ്രീ പ്ലാൻ തന്നെ നമുക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട്. അപ്പോൾ അതെങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ നോക്കാം. അപ്പോൾ മോങ്കോഡിബി നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് തന്നെ MongoDB.com എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റ് വരും. അതിൽ ദ വേൾഡ്സ് ലീഡിംഗ് മോഡേൺ ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ട് മോങ്കോഡിബിന്റെ ടൈറ്റിലൊക്കെ ഉണ്ട്. നിങ്ങൾ അതിൽ ഈ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും ഒന്നും നോക്കണ്ട. നിങ്ങളിവിടെ അറ്റ്ലസ് ഡാറ്റാബേസ് എന്ന് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ അറ്റ്ലസ് ഡാറ്റാബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോങ്കോഡിബിന്റെ ഒരു ഡിപ്ലോയിഡ് വേർഷൻ ആണ്. അതായത് ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്തായാലും ഡിപ്ലോയ് ചെയ്യണം. അപ്പം മോങ്കോഡിബിനെ നമ്മൾ സാധാരണ സിസ്റ്റത്തിനകത്ത് റൺ ചെയ്തിട്ട് നമ്മൾ സിസ്റ്റത്തിനകത്ത് ടെസ്റ്റ് ചെയ്യാനും നമുക്ക് ലോക്കലി കാര്യങ്ങൾ കാണാനൊക്കെ പറ്റും. പക്ഷെ ആൾക്കാർക്ക് ഉപയോഗിക്കേണ്ട ഭാഗത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ ഡിപ്ലോയ് ചെയ്യണം. അപ്പൊ എന്തായാലും ഇതൊരു സ്റ്റേജിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിപ്പോ തന്നെ അങ്ങ് ഒഴിവാക്കാന്നുള്ള മൈൻഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡിപ്ലോയിഡ് വേർഷൻ ആയിട്ടുള്ള മോങ്കോഡിബി നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടി വരും. ആദ്യമായിട്ട് അക്കൗണ്ട് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഇപ്പൊ സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ കൊടുത്തിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പ്രൈവസി പോളിസി ടേംസ് ആൻഡ് സർവീസ് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ആക്സെപ്റ്റ് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ മോങ്കോഡിബിന്റെ വെൽക്കം സ്ക്രീൻ ആണ്. ഇത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്നാൽ നിങ്ങൾ മോങ്കോഡിബിന്റെ ഡാഷ്ബോർഡിലേക്ക് റീഡയറക്റ്റ് ആവും. അപ്പോൾ റീഡയറക്റ്റ് ആകുന്നതിന് മുമ്പ് അവർ ചില ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നൈസായിട്ട് അങ്ങ് സ്കിപ്പ് അടിച്ചു വിടാം. അതിനുശേഷം നമ്മൾ ഡിപ്ലോയ്മെന്റ് എവിടെയാണ് ഡിപ്ലോയ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ അതായത് മോങ്കോഡിബിയിൽ നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള പ്ലാനുകൾ ഉണ്ട്. അതിൽ നമുക്ക് ഈ ഫ്രീ വേർഷൻ എടുക്കാം. പിന്നെ ഡീഫോൾട്ട് ആയിട്ട് AWS AP South 1, അതായത് AWSനകത്താണ് നമ്മൾ ഈ മോങ്കോഡിബിന്റെ ക്ലസ്റ്റർ ഡിപ്ലോയ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് ഫ്രീ പ്ലാൻ യൂസ് ചെയ്താൽ മതി. നമ്മുടെ ഹോബി പ്രോജക്റ്റുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ഫ്രീ പ്ലാൻ ആവശ്യത്തിലധികമാണ്. അതിനുശേഷം ക്രിയേറ്റ് ഡിപ്ലോയ്മെന്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങളെ ഈ ഒരു ഡാറ്റാബേസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലൗഡിനകത്ത് ഡിപ്ലോയ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ചൊരു ടൈം എടുക്കും. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ക്ലസ്റ്റർ 0 എന്നുള്ള പേരൊക്കെ ആണ്. ഇതൊക്കെ എന്താന്നുള്ളത് നമുക്ക് വഴിയെ പറയാം. അപ്പൊ ഇതിൽ കണക്ട് ചെയ്യാനുള്ള കുറച്ച് മെത്തഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു യൂസർ നെയിം പാസ്വേഡും അത് ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിനുശേഷം ഇവിടെ ഈ പാസ്വേഡിന്റെ ഇവിടെ കോപ്പി ഉണ്ടാവും. ആ കോപ്പി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് കോപ്പിഡ് കാണാം. അതിനുശേഷം ക്രിയേറ്റ് ഡാറ്റാബേസ് യൂസർ കൊടുത്തു കഴിഞ്ഞാലാണ് ആ ഒരു യൂസറിനെ ക്രിയേറ്റ് ആവും. അതായത് ആ യൂസർ നെയിമും ആ പാസ്വേഡും വെച്ചിട്ട് ആ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാണ്, വേറൊന്നുമില്ല. അതിനുശേഷം ഈ ചൂസ് എ കണക്ഷൻ മെത്തേഡ് കൊടുക്കാം. അപ്പൊ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ തൽക്കാലം നമുക്ക് ഇതൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഇപ്പൊ എന്താ നടന്നതെന്ന് വെച്ചാല് നമ്മളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അതിലൊരു ഡാറ്റാബേസ് എന്നുള്ള കമ്പോണന്റ്, അതായത് ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനകത്ത് ഡാറ്റനെ ഹാൻഡിൽ ചെയ്യുന്ന പാർട്ട്, അതാണല്ലോ ഡാറ്റാബേസ്. അപ്പൊ അതിലെ മോങ്കോഡിബി ആണ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അതിനെ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഓൾറെഡി ഡിപ്ലോയ് ചെയ്ത് ഉണ്ടാക്കി വെച്ചു. അതായത് ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പാകത്തിന് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഡാറ്റാബേസിനെ നമ്മൾ ഡിപ്ലോയ് ചെയ്തു. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ കാണാം, ഇതെന്താ സംഭവം, ഇവിടെ ഒരു ക്ലസ്റ്റർ 0 എന്നൊക്കെ പറയുന്നുണ്ട്, ഇതെന്താ സംഭവം എന്നുള്ളത് നമുക്ക് പയ്യെ നോക്കാം. നമ്മുടെ ക്ലസ്റ്ററിന്റെ ഡിപ്ലോയ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ ഇവിടെ ഒരു ലോഡ് സാമ്പിൾ ഡാറ്റ എന്നുള്ള ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസിലേക്ക് സാമ്പിൾ ആയിട്ട് കുറച്ച് ഡാറ്റ മോങ്കോഡിബി ആഡ് ചെയ്യും. അത് നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അടുത്തായിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഡാറ്റാബേസുമായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് മെത്തഡുകൾ ഉണ്ട്.
നമുക്ക് വേണമെങ്കിൽ MongoDB പ്രൊവൈഡ് ചെയ്യുന്ന കോമ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മോങ്കോയുടെ ഷെൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് VS Code ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യാം. നമ്മൾ VS Codeലെ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ നേരത്തെ ഡിപ്ലോയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഡീഫോൾട്ട് ആയിട്ട് മോങ്കോ നമുക്കൊരു ഡാറ്റാബേസ് യൂസറിന്, അതായത് ഒരു അഡ്മിൻ യൂസറിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനൊരു റാൻഡം പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാസ്വേഡ് നമ്മൾ നേരത്തെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡാറ്റാബേസ് ആക്സസിൽ പോയിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ ഡീഫോൾട്ട് ആയിട്ടുള്ള യൂസറിനെ കാണാൻ പറ്റും. അതൊന്ന് എഡിറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എഡിറ്റ് പാസ്വേഡ് കൊടുത്തിട്ട് ഓട്ടോ ജനറേറ്റ് സെക്യൂർ പാസ്വേഡ് കൊടുത്തിട്ട് അതൊന്ന് കോപ്പി ചെയ്തിട്ട് അത് എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്ത് വെക്കും. അതിനുശേഷം അപ്ഡേറ്റ് യൂസർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ യൂസറിന്റെ പാസ്വേഡ് ചേഞ്ച് ആവും. അപ്പോൾ നമ്മൾ പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ പാസ്വേഡ് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് പാഡിലോ മറ്റോ സേവ് ചെയ്ത് വെക്കണം കേട്ടോ. അത് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ വേറൊരു കാര്യം ചെയ്യാനുള്ളത്, ഇവിടെ ഒരു നെറ്റ്വർക്ക് ആക്സസ് എന്നുള്ള ടാബുണ്ട് സെക്യൂരിറ്റിന് അണ്ടറിൽ തന്നെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരു IP അഡ്രസ്സ് കാണാം. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ ഡാറ്റാബേസ് സെർവർ ആണ്, ഇതൊരു ഡിപ്ലോയ്മെന്റ് ആണ്, ഇതൊരു കമ്പ്യൂട്ടറാണ്. അതിനകത്ത് നമ്മുടെ ഡാറ്റാബേസ് ഒരു കമ്പ്യൂട്ടർ ഇങ്ങനെ സെർവ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കണക്ഷൻ എവിടുന്നൊക്കെ അലൗഡ് ആണെന്നുള്ളതാണ് നമ്മൾ ഈ നെറ്റ്വർക്ക് ആക്സസിൽ കൊടുക്കുന്നത്. ഇത് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ നമ്മുടെ സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഡാറ്റാബേസിനെ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അയാളുടെ കണക്ഷന് നമ്മൾ IP അഡ്രസ് വെച്ചിട്ട് അലോ ചെയ്യുള്ളൂ. അതായത് ഈ പെർട്ടിക്കുലർ IP റേഞ്ച്, ഇത് നമ്മൾ സൈഡ് നോട്ടേഷൻ എന്നൊക്കെയാണ് വിളിക്കുക, ഈ പെർട്ടിക്കുലർ IP അഡ്രസ് എന്ന് വന്ന കണക്ഷൻ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈറ്റ് ലിസ്റ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ തൽക്കാലം ടെസ്റ്റിങ്ങിനായതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇനീഷ്യലി വർക്കിംഗ് ആയിരിക്കും, പക്ഷെ നമ്മുടെ നെറ്റ്വർക്ക് അതിന് ശേഷം മാറി, അതായത് ഞാൻ ഇന്റർനെറ്റ് കണക്ഷന് വേറെ കണക്ഷനിലേക്ക് മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വൈഫൈ മാറിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ IP അഡ്രസ് മാറും. അപ്പോൾ നമുക്ക് MongoDBനെ നേരെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ആഡ് IP അഡ്രസ് കൊടുത്തിട്ട് അലോ ആക്സസ് ഫ്രം എനിവർ എന്ന് കൊടുക്കുക. അപ്പോൾ 0000/0 എന്നുള്ള ഒരു ആക്സസ് എൻട്രി കാണാൻ പറ്റും. അത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആ ഡാറ്റാബേസിലേക്ക് എവിടുന്നും ആക്സസ് അലൗഡ് ആണ്. ഇത് നമ്മൾ പഠിക്കായതുകൊണ്ടാണ് നമ്മൾ പ്രൊഡക്ഷനകത്ത് ഒരിക്കലും നമ്മൾ ചെയ്യില്ല. നമ്മൾ പ്രൊഡക്ഷനകത്ത് നമ്മുടെ സെർവറിന്റെ IP അഡ്രസ്, അതായത് നമ്മുടെ ഡാറ്റാബേസിന് ആക്സസ് ചെയ്യുന്ന ഒരു ബാക്ക് എൻഡ് സെർവർ ഉണ്ടാവുമല്ലോ, ആ സെർവറിന്റെ IP അഡ്രസ് ആണ് നമ്മൾ കൊടുക്കുള്ളൂ. ഇപ്പൊ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് ഈ ഒരു സാധനം കൂടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കൊടുത്തില്ലെങ്കിലും നിങ്ങളുടെ സിസ്റ്റത്തിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇൻ കേസ് നിങ്ങളുടെ നെറ്റ്വർക്ക് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കണക്ഷൻ അത് എറർ ആയിട്ട് കാണിക്കും, ഓതന്റിക്കേഷൻ എറർ ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ ആ ഒരു ഇഷ്യൂ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ പ്രോപ്പർ ആയിട്ട് കണക്ഷന്റെ സ്ഥലത്ത് നമ്മളൊരു അലോ ആക്സസ് ഫ്രം എനിവറിന് വേണ്ടിയിട്ട് കൊടുക്കാം. അപ്പം അതിനുശേഷം നമുക്ക് തിരിച്ച് നമ്മുടെ ഓവർവ്യൂയിലേക്ക് തന്നെ പോവാം. ഓവർവ്യൂവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ കണക്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോപ്പപ്പ് വരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കോമ്പസ് എന്നുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യാം, ഷെൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് VS Code വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ VS Code തുറക്കാം. അപ്പോൾ VS Codeനകത്ത് നമ്മൾ എക്സ്റ്റൻഷൻസിൽ പോയി കഴിഞ്ഞാൽ മോങ്കോ ഒന്ന് സെർച്ച് ചെയ്യാം. അതായത് ഇവിടെ മോങ്കോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് MongoDB ഫോർ VS Code എന്ന് പറഞ്ഞിട്ട് 2.4 മില്യൺ ഡൗൺലോഡ്സ് ഉള്ള MongoDBയുടെ വെരിഫൈഡ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻ കാണാം. ജസ്റ്റ് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിൽ MongoDBയുടെ ഒരു ഐക്കൺ വന്നതായിട്ട് കാണാൻ പറ്റും. അവിടെ നമുക്ക് ആഡ് കണക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണക്ട് വിത്ത് കണക്ഷൻ സ്ട്രിങ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പോപ്പപ്പ് വന്നിട്ട് അവിടെ നമ്മുടെ കണക്ഷൻ സ്ട്രിങ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കണക്ഷൻ സ്ട്രിങ് എങ്ങനെയാണ് കിട്ടുകയെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് നമ്മുടെ ഡിപ്ലോയ്മെന്റിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ജസ്റ്റ് ഡ്രൈവേഴ്സ് എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഇതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ജസ്റ്റ് ഇവിടെ ഉള്ള ഈ സാധനം ഒന്ന് കോപ്പി ചെയ്യാം, എന്നിട്ട് ഇവിടെ വന്നിട്ട് അത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കാണാം, ഇവിടെ DB പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇവിടെ കിടക്കുന്നുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ MongoDBന്റെ അഡ്മിൻ യൂസറെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ്വേഡ് ഡീഫോൾട്ട് ആയിട്ട് ഓട്ടോ ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അത് ചേഞ്ച് ചെയ്തു. ആ ചേഞ്ച് ചെയ്ത പാസ്വേഡ് നിങ്ങൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അത് എവിടെയെങ്കിലും കോപ്പി ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആ പാസ്വേഡ് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റർ കൊടുക്കുകയാണ്. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണക്റ്റിംഗ് കാണാൻ പറ്റും. അപ്പം കണക്റ്റഡ് എന്നായിട്ടുണ്ട്, അതായത് നമ്മളെ MongoDB കണക്ഷൻ സക്സസ് ആണ്. ഓക്കെ, ഇവിടെ അഡ്മിന്, കോൺഫിഗ്, ലോക്കൽ ഇതൊക്കെ അതിലുള്ള ഡാറ്റാബേസുകളാണ്. ഡാറ്റാബേസ് എന്താണെന്നൊക്കെ നമുക്ക് പറയാം. ഒരു സാമ്പിൾ എംഫ്ലിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൂടെ ഉണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങളിൽ ഉണ്ടാവില്ല. ഇത് എന്തിനാ വെച്ചാൽ നമ്മൾ ലോഡ് സാമ്പിൾ ഡാറ്റ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ വേണമെങ്കിൽ അവിടെ ഡാഷ്ബോർഡിനകത്ത് ലോഡ് സാമ്പിൾ ഡാറ്റ കൊടുത്തിട്ട് ചെയ്യാം, ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതെങ്ങനെ MongoDB ഷെല്ല്, അതായത് MongoDBനെ നമുക്ക് എങ്ങനെ ഇവിടെ വെച്ച് ആക്സസ് ചെയ്യാന്നുള്ള കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോഞ്ച് MongoDB ഷെല്ല് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ MongoDBയുടെ ഷെല്ല് ഇവിടെ ഓപ്പൺ ആയി വരും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് സൈഡിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാണ്. എന്നിട്ട് ഇത് മാത്രം ഒന്ന് സൈസ് കൂട്ടാണ്. ഓക്കെ, ഇത് നമ്മൾ MongoDBയുടെ ഷെല്ല് എന്നാണ് വിളിക്കുക.
ഇതിന്റെ മീനിങ് എന്താ വെച്ചാൽ നമ്മൾ MongoDB ആയിട്ട് ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകണം. അതായത് നമ്മൾ ആ ഡിപ്ലോയ്മെന്റിൽ ആ സെർവറിൽ കിടക്കുന്ന MongoDB സെർവറുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് MongoDBയിൽ ആദ്യത്തെ കൺസെപ്റ്റ് പഠിക്കാം. ഡാറ്റാബേസ് എന്താന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ ഒരു ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ, ഒരു ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഉണ്ടാക്കുമ്പോൾ അതിൽ ഡാറ്റനെ ഹാൻഡിൽ ചെയ്യുന്ന പീസ് ഓഫ് സോഫ്റ്റ്വെയറിന് നമ്മൾ ഡാറ്റാബേസ് എന്നാ പറയാം. അപ്പോൾ ഈ ഡാറ്റാബേസ് എന്നുള്ള ടേം എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഒരു പ്രോജക്റ്റിനകത്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്കൂളിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ സ്കൂളിൽ കുറേ ഡാറ്റ ഉണ്ടാവും. അതായത് ടീച്ചേഴ്സിന്റെ ഡാറ്റ ഉണ്ടാവും, സ്റ്റുഡൻസിന്റെ ഡാറ്റ ഉണ്ടാവും, ലോഗിൻ ക്രെഡൻഷ്യൽസ് ഉണ്ടാവും, ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ സാധനങ്ങൾക്ക് നമ്മൾ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണമല്ലോ. അപ്പോൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് MongoDBയിൽ ഡീഫോൾട്ട് ആയിട്ട് കുറച്ച് ഡാറ്റാബേസുകൾ ഉണ്ടാവും. ഇപ്പം ഓൾറെഡി ഏതൊക്കെ ഡാറ്റാബേസുകൾ നമുക്ക് ഉള്ളതെന്ന് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഷോ ഡാറ്റാബേസസ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും സാമ്പിൾ ഇൻഫ്ലിക്സ്, അഡ്മിന്, ലോക്കൽ. ഇപ്പോൾ ഈ സാമ്പിൾ ഇൻഫ്ലിക്സ് എന്നുള്ള സാധനം ചിലപ്പോൾ നിങ്ങളിൽ കാണില്ല. ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ലോഡ് സാമ്പിൾ ഡാറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് MongoDB നമുക്ക് സാമ്പിൾ ആയിട്ട് കുറച്ച് ഡാറ്റ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ നെറ്റ്ഫ്ലിക്സിന്റെ ക്ലോണ് പോലത്തെ ഒരു സാധനത്തിന് വേണ്ടിയിട്ടുള്ള ഡാറ്റയാണ്. ജസ്റ്റ് നമ്മൾ മൈൻഡാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ 3 ഡാറ്റാബേസുകളാണ് ഇപ്പോൾ നമ്മുടെ ഡാറ്റാബേസ് സെർവറിനകത്തുള്ളത്. ഒരു ഡാറ്റാബേസിൽ നമുക്ക് എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ യൂസ് ചെയ്യണം. യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് യൂസ് എന്നിട്ട് ഡാറ്റാബേസിന്റെ പേര്. ഇപ്പോൾ സാമ്പിൾ ഇൻഫ്ലിക്സ് ആണ് എനിക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് സാമ്പിൾ ഇൻഫ്ലിക്സ്. അപ്പോൾ ഇത് ടൈപ്പ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് ടാബ് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോ കംപ്ലീഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ യൂസ് സാമ്പിൾ ഇൻഫ്ലിക്സ് കൊടുത്തപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം സാമ്പിൾ ഇൻഫ്ലിക്സ് എന്നായിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് അഡ്മിൻ ആണെങ്കിലോ യൂസ് അഡ്മിൻ എന്ന് കൊടുക്കാം, ലോക്കൽ ആണെങ്കിലോ യൂസ് ലോക്കൽ എന്ന് കൊടുക്കാം. അങ്ങനെ ഏത് ഡാറ്റാബേസിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും എന്ത് വെച്ചിട്ട്, യൂസ് വെച്ചിട്ട്. അപ്പോൾ ജസ്റ്റ് യൂസ് എന്താന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. നമുക്കൊരു ഡാറ്റാബേസിലാണ് നമ്മൾ എല്ലാ ഓപ്പറേഷനും നടത്തുക. നമ്മളൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ പ്രോജക്റ്റിന്റെ ഡാറ്റ മൊത്തം സ്റ്റോർ ചെയ്യാൻ ഉണ്ടാക്കുന്ന സാധനമാണ് ഈ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു സ്കൂളിന് വേണ്ടിയിട്ടുള്ള ഒരു LMS ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ LMSന് വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിൽ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കണം. അപ്പോൾ ഡാറ്റാബേസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് പറയാം. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് തന്നെ പറയാം. യൂസ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഡാറ്റാബേസ് ആണെന്നുണ്ടെങ്കിൽ ആ ഡാറ്റാബേസിന്റെ പേര് പറഞ്ഞാൽ മതി. ഇപ്പം ഞാൻ യൂസ് സ്കൂൾ എന്ന് പറയാം. നിങ്ങൾക്കറിയാം ഇവിടെ ഈ 3 സാധനം മാത്രമേ ഉള്ളൂ, സാമ്പിൾ ഇൻഫ്ലിക്സും അഡ്മിനും ലോക്കലും. സ്കൂൾ ഉണ്ടോ? ഇല്ല. പക്ഷെ അതെങ്ങനെ യൂസ് ആവാം? നമ്മൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും എന്താ നടക്കണമെന്ന് വെച്ചാൽ നമ്മൾ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റാബേസ് ആണ് ഇനി യൂസ് ചെയ്യുന്നത്. അതായത് ഇനി നമ്മൾ കുറച്ച് ഡാറ്റ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കുറച്ച് ഡാറ്റ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂളിൽ നിന്നുള്ള ഡാറ്റാബേസ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയിക്കോളും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഷോ ഡാറ്റാബേസസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ 3 മാത്രമേ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് ഡാറ്റ ഉള്ള കണ്ടന്റ് ഉള്ള സാധനമുള്ളൂ. പക്ഷെ നമ്മൾ യൂസ് സ്കൂൾ കൊടുത്തോണ്ട് തന്നെ നമ്മൾ സ്കൂളിൽ നിന്നുള്ള ഡാറ്റാബേസിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അതുകൊണ്ട് ഇനി നടത്തുന്ന ഓപ്പറേഷൻസിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ആ സ്കൂളിൽ നിന്നുള്ള ഡാറ്റാബേസ് ഉണ്ടായിക്കോളും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡാറ്റാബേസ് എന്താണ്, നമ്മളൊരു പ്രോജക്റ്റിന്റെ മൊത്തം ഡാറ്റയും കണ്ടെയ്ൻ ചെയ്യുന്ന സാധനമാണ് ഡാറ്റാബേസ്. ഓക്കെ, ഈ ഡാറ്റാബേസിൽ തന്നെ ഇനി സബ്സെക്ഷൻ ആയിട്ട് കാര്യങ്ങൾ ഉണ്ടാവും. അതായത് ഇപ്പോൾ സ്കൂളിന്റെ ഡാറ്റാബേസ് ആണെങ്കിൽ അതിൽ സ്റ്റുഡൻസിന്റെ ഡാറ്റ ഉണ്ടാവും, ടീച്ചേഴ്സിന്റെ ഡാറ്റ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ഡാറ്റകൾ ഉണ്ടാവും അല്ലെ, കോഴ്സസിന്റെ ഡാറ്റ ഉണ്ടാവും. അപ്പോൾ ഒരു ഡാറ്റാബേസിനകത്ത് ഇങ്ങനെ വീണ്ടും സബ്സെക്ഷൻ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻസിന്റെ ഡാറ്റയിൽ സ്റ്റുഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ടീച്ചേഴ്സിന്റെ സെക്ഷനകത്ത് ടീച്ചേഴ്സിന്റെ ആയിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ ഉണ്ടാവുള്ളൂ, കോഴ്സസിന്റെ ആണെങ്കിൽ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ സാധനത്തിന് നമ്മൾ കളക്ഷനുകൾ എന്ന് വിളിക്കും. ഒരു പ്രോജക്റ്റിന് നമ്മളൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യും. ആ ഡാറ്റാബേസിനകത്ത് വീണ്ടും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ടാവും. ഈ കളക്ഷൻസ് എന്താണ്, ഒരു പെർട്ടിക്കുലർ സാധനമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ മാത്രം ഉണ്ടാകുന്ന സ്ഥലമാണ്. അപ്പം നമുക്ക് സ്കൂളിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റുഡൻസിന്റെ ഒരു കളക്ഷൻ ഉണ്ടാക്കാം. കളക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ DB എന്ന് പറയാം. DB എന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റാബേസ് ആണ്. എന്നിട്ട് ക്രിയേറ്റ് കളക്ഷൻ എന്ന് പറയാം. ഓക്കെ, ക്രിയേറ്റ് കളക്ഷൻ എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ വിളിക്കുക എങ്ങനെ, നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഇങ്ങനെ ഇട്ടിട്ട് വിളിക്കില്ലേ, അതായത് ബ്രാക്കറ്റ് ഇട്ടിട്ട് വിളിക്കില്ലേ. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാം, അപ്പോൾ സ്റ്റുഡൻസിന്റെ ആണ് തന്നെ സ്റ്റുഡൻസ് എന്ന് പേര് കൊടുക്കണേ, എൻ്റർ കൊടുക്കുകയാണ്. അപ്പോൾ ഓക്കെ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഷോ ഡാറ്റാബേസസ് പോലെ തന്നെ ഷോ കളക്ഷൻസ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം സ്റ്റുഡൻസ് എന്നുള്ളൊരു കളക്ഷന് നമ്മൾ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റാബേസ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താ നടന്നത്, ഒന്നുമില്ല, നമ്മളൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം, ഒരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കി, അതിനകത്ത് നമ്മൾ സ്റ്റുഡൻസിന്റെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസ് എന്നുള്ളൊരു കളക്ഷൻ ഉണ്ടാക്കി. ഇനിയിപ്പോൾ ടീച്ചേഴ്സിന്റെ ഡാറ്റ സ്റ്റോർ ചെയ്യണമെങ്കിലോ നമ്മൾ DB.create കളക്ഷൻ വിളിക്കും. അതിൽ സ്റ്റുഡൻസിന് പകരം നമ്മൾ എന്ത് പറയും, ടീച്ചേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇനിയിപ്പോൾ കോഴ്സസിന് വേണമെന്നുണ്ടെങ്കിലോ കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കളക്ഷൻ ഉണ്ടാക്കും. അങ്ങനെ നമുക്ക് ഡാറ്റാബേസ് ഉണ്ടാക്കും ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് അതിനകത്ത് നമ്മൾ കളക്ഷൻസ് ഡിഫറെന്റ് കളക്ഷൻസ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ SQL ഒക്കെ പഠിച്ച ആൾക്കാരാണെങ്കിൽ നമ്മൾ ടേബിൾസ് മാതിരി തന്നെയാണ് ഈ കളക്ഷൻ എന്ന് ആലോചിച്ചാൽ മതി. ശരിക്കും അങ്ങനെയല്ല, കുറച്ചും കൂടെ വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ അത്രയും റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആലോചിക്കാം. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഈ കളക്ഷനിലേക്ക് ആക്ച്വൽ ആയിട്ടുള്ള ഡാറ്റനെ ഇൻസേർട്ട് ചെയ്യാൻ നമ്മൾ വിളിക്കാം. അതായത് നമ്മൾ
ഈ ബാക്ക് എൻഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു സാധനമാണ് CRUD ഓപ്പറേഷൻസ്: ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ഈ 4 ഓപ്പറേഷനാണ് നമ്മൾ എല്ലാ സാധനത്തിലും ചെയ്യുന്നത്. ഇതിന് എന്തെങ്കിലും ഒരു വേരിയേഷൻ ആയിരിക്കും. അപ്പോൾ ക്രിയേറ്റിന് നമ്മൾ മോങ്കോഡിബിന്റെ ടേംസിൽ ഇൻസേർട്ട് എന്നാ പറയാം. റീഡിന് നമ്മൾ മോങ്കോഡിബിന്റെ ടേമിൽ ഫൈൻഡ് എന്നാ പറയാം. അപ്ഡേറ്റും ഡിലീറ്റും അതേപോലെ തന്നെ. അപ്പോൾ CRUD ഓപ്പറേഷനിൽ ക്രിയേറ്റ് നമ്മൾ ഇൻസേർട്ട് എന്ന് പറയും, റീഡിന് നമ്മൾ ഫൈൻഡ് എന്ന് പറയും. അത് വ്യത്യാസമുള്ളൂ. അതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് പഠിക്കാട്ടോ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് കളക്ഷൻസ് ആണ് ഉണ്ടാക്കുക. ഓരോ കളക്ഷനും ഒരു പെർട്ടിക്കുലർ ഡാറ്റ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആയിരിക്കും ഉണ്ടാവുക. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഏതൊക്കെ കളക്ഷൻ ഉള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഷോ കളക്ഷൻസ് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച കമാൻഡുകൾ എന്തൊക്കെയാണ്? ഷോ ഡാറ്റാബേസസ് ഉണ്ട്, യൂസ് സ്പേസ് ഡാറ്റാബേസിന് പേര് കൊടുത്തു കഴിഞ്ഞാൽ യൂസ് ചെയ്യും. അത് ഇല്ലാത്ത ഡാറ്റാബേസ് ആണെങ്കിൽ അത് ഉണ്ടാക്കും. ഇനി നമ്മൾ DBനകത്ത് കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് db.create കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ വിളിച്ചിട്ട് അതിനകത്ത് കളക്ഷന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ കളക്ഷൻ ഉണ്ടാക്കാം. ഇനി ഏതൊക്കെ കളക്ഷൻ ഉള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഷോ കളക്ഷൻസ് ഉണ്ട്. ഇനി നമുക്കൊരു കളക്ഷനകത്ത് ആക്ച്വൽ ഡാറ്റ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. അതായത് നമ്മളെ CRUD ഓപ്പറേഷൻസിൽ ആദ്യത്തെ ഓപ്പറേഷൻ ക്രിയേറ്റ് എന്നുള്ളത്. ക്രിയേറ്റ് ഞാൻ പറഞ്ഞു, മോങ്കോഡിബിനകത്ത് നമ്മൾ ഇൻസേർട്ട് എന്ന് വിളിക്കാം. അപ്പൊ സ്റ്റുഡൻസിലേക്കാണ് എനിക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ DB എന്ന് പറയാം. DB എന്നാണ് നമ്മുടെ ഡാറ്റാബേസിനെ നമ്മൾ റെഫർ ചെയ്യുക. എന്നിട്ട് കളക്ഷന്റെ പേര് പറയാം. കളക്ഷന്റെ പേര് സ്റ്റുഡൻസ് ആണ്. അപ്പൊ സ്റ്റുഡൻസിലേക്കാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഇൻസേർട്ട് 1 ഉണ്ട്, ഇൻസേർട്ട് മെനി ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഡാറ്റയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇൻസേർട്ട് 1 കൊടുക്കുകയാണ്. ഇതൊരു ഫംഗ്ഷൻ മാതിരി കേട്ടോ. അതായത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് കളക്ഷൻ മാതിരി തന്നെ ഇൻസേർട്ട് 1 എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണ് DB ഡോട്ട് കളക്ഷന്റെ പേര് ഡോട്ട് ഇൻസേർട്ട് 1. ഇതിനകത്ത് നമ്മൾ കൊടുക്കണം എന്താ വെച്ചാൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യാനുള്ള റെക്കോർഡാണ്. MongoDB എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ബേസിക്കലി നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നൊട്ടേഷൻ അഥവാ ജേസൺ ഉണ്ടല്ലോ, അതായത് ജാവാസ്ക്രിപ്റ്റിലെ കേളി ബ്രേസിൽ ഇട്ട് എന്ന സാധനത്തിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഒബ്ജക്റ്റ് എന്ന് വിളിക്കും, ജേസൺ എന്ന് വിളിക്കും. പൈത്തണിലാണെങ്കിൽ നമ്മൾ ഡിക്ഷണറി എന്ന് വിളിക്കും, ജാവയിലാണെങ്കിൽ നമ്മൾ മാപ്പ് എന്ന് വിളിക്കും. ആ ഒരു സാധനമാണ് ബേസിക്കലി. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ ഡാറ്റയും അല്ലെങ്കിൽ ജേസൺ ആയിട്ടാണ് MongoDB സേവ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ എന്താ പറയാൻ പോകുന്നത്, നമ്മൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കളക്ഷനകത്തേക്ക് ഒരു സാധനത്തിന് ഇൻസേർട്ട് ചെയ്യണം. അതായത് ഒരു ഡോക്യുമെന്റ് ഇൻസേർട്ട് ചെയ്യാന്ന് വിളിക്കും. അപ്പൊ നമ്മൾ കേളി ബ്രേസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കേളി ബ്രേസ് ഇത് ജാവാസ്ക്രിപ്റ്റിലെ ഒബ്ജക്റ്റ് ആണ്, പൈത്തണിലെ നമ്മുടെ ഡിക്ഷണറി പോലത്തെ സാധനം. എന്നിട്ട് ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യാണ്, നെയിം ഞാൻ അലക്സ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്തത്, കേളി ബ്രേസ് ഇട്ടിട്ട് നമ്മളെ ജാവാസ്ക്രിപ്റ്റിലെ ഒബ്ജക്റ്റ് ഉണ്ടല്ലോ അത് മാതിരി തന്നെ അതേ സിൻടാക്സിൽ നെയിം കോളൻ അലക്സ്. ഞാൻ വേണമെങ്കിൽ ഏജും കൂടെ കൊടുക്കാം. ഓക്കെ, ഏജ് 18 കൊടുക്കാം. എന്നിട്ട് ഞാൻ എൻ്റർ കൊടുക്കുകയാണേ. അപ്പോൾ നിങ്ങൾക്ക് കാണാം അക്നോളജ്ഡ് ട്രൂ കിട്ടിയിട്ടുണ്ട്. ഇൻസേർട്ട് ID ഒബ്ജക്റ്റ് ID എന്തോ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ഇപ്പം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള ഡാറ്റാബേസ് ഉണ്ടാക്കി. ആ ഡാറ്റാബേസിനകത്ത് നമ്മൾ 3 കളക്ഷൻസ് ഉണ്ടാക്കി: കോഴ്സസ്, സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്. എന്നിട്ട് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളക്ഷനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ഇൻസേർട്ട് ചെയ്യാൻ എന്താ ചെയ്തത്, DB ഡോട്ട് കളക്ഷന്റെ പേര് ഡോട്ട് ഇൻസേർട്ട് 1 ഉണ്ട്. ഇൻസേർട്ട് 1 ഒരു ഫംഗ്ഷനെ വിളിക്കുന്ന മതി. അതിനകത്തേക്ക് നമ്മൾ ജാവാസ്ക്രിപ്റ്റിലെ ഒബ്ജക്റ്റ് നൊട്ടേഷൻ ജേസൺ എന്ന് വിളിക്കും. നമ്മൾ കേളി ബ്രേസ് ഇട്ടിട്ട് കീ വാല്യൂ പെയർ ആയിട്ട് കൊടുക്കുന്ന സാധനത്തിന് നമ്മൾ ജേസൺ എന്നാണ് വിളിക്കുക. അങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അതായത് നെയിം അലക്സ്, ഏജ് 18. ഓക്കെ, ഇനി എനിക്ക് വേറൊരാളെ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഇതേ സാധനം കൊടുത്താൽ മതി. അതിൽ നെയിം ഇപ്പം ഞാൻ ആക്കാണ്, ഏജ് 18 തന്നെ കിടക്കട്ടെ. അപ്പൊ രണ്ടാമത്തെ ആളും ഇൻസേർട്ട് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഡാറ്റ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് DB ഡോട്ട് കളക്ഷന്റെ പേര് ഡോട്ട് ഇൻസേർട്ട് 1. ഇനിയിപ്പോ ഇൻസേർട്ട് 1 ആ പേര് തന്നെ ഉണ്ട്, ഒരാളെ മാത്രമേ ഇൻസേർട്ട് ചെയ്യുള്ളൂ. ഒന്ന് കൂടുതൽ ആൾക്കാർ ഒരുമിച്ച് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ DB ഡോട്ട് സ്റ്റുഡൻസ് ഡോട്ട് ഇൻസേർട്ട് 1 മാറ്റിയിട്ട് ഇൻസേർട്ട് മെനി കൊടുക്കും. അതായത് ഒന്ന് കൂടുതൽ. അപ്പൊ MongoDBയിൽ എല്ലായിടത്തും ഉള്ളതാണ് 1ഉം മെനിയും. 1 എന്ന് വെച്ചാൽ ഒരാളെ, മെനി എന്ന് വെച്ചാൽ ഒന്ന് കൂടുതൽ ആളെ. ഓക്കെ, ഒന്ന് കൂടുതൽ ആളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൽ അറേ ഉണ്ട് അല്ലെ, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് പൈത്തണിലെ ലിസ്റ്റ് ഉണ്ട്. ആ സാധനമാണ്. അതിൽ നമ്മൾ ഇതേ സാധനം വീണ്ടും കൊടുക്കുക. അതായത് ഒരു കേളി ബ്രേസിനകത്ത് ഇപ്പൊ നമ്മൾ നേരത്തെ ഇൻസേർട്ട് 1 ആണ് യൂസ് ചെയ്ത് ഒരാളെ മാത്രം ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒന്ന് കൂടുതൽ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ ഇൻസേർട്ട് മെനി യൂസ് ചെയ്തു. അതുകൊണ്ട് ഇതിന്റെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ ഒരു അറയാണ്, അതായത് സ്ക്വയർ ബ്രാക്കറ്റിനകത്തിട്ട് കൊടുത്തൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ അറയിനകത്ത് നമുക്ക് ഒന്ന് കൂടുതൽ ഒബ്ജക്റ്റുകൾ കൊടുക്കാൻ പറ്റും. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, കോമ അടുത്ത ഒബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എൻ്റർ കൊടുക്കാം. ഇപ്പൊ നിങ്ങൾക്കാണ് അക്നോളജി ട്രൂ ഇട്ടിട്ടുണ്ട്, 2 ID വന്നിട്ടുണ്ട്. ഇത് എന്താന്നൊക്കെ ഉള്ളത് നമുക്ക് പറയാം കേട്ടോ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു, ഡാറ്റാബേസിനകത്ത് കളക്ഷൻ ക്രിയേറ്റ് ചെയ്തു, കളക്ഷനകത്തേക്ക് നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ ഒന്നുമില്ല, DB ഡോട്ട് കളക്ഷന്റെ പേര് ഡോട്ട് ഇൻസേർട്ട് 1 കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇൻസേർട്ട് മെനു കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് കൂടുതൽ ആൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ CRUD ഓപ്പറേഷൻസിലെ ക്രിയേറ്റ് പറഞ്ഞു. ക്രിയേറ്റിൽ ഇവിടെ ഇൻസേർട്ട് എന്ന് പറയാം. ഇൻസേർട്ട് 1 ഇൻസേർട്ട് മെനി ഉണ്ട്. ഇൻസേർട്ട് 1 ഒരാളെ മാത്രം ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇൻസേർട്ട് മെനി ഒന്ന് കൂടുതൽ ആൾക്കാർ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്ത പ്രോപ്പർട്ടീന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട്
ഒരു ഐ ഡി കൂടെ എന്ത് കൊടുക്കുന്നുണ്ട്, MongoDB സ്വന്തമായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഐ ഡി എന്തിനാന്നുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മനസ്സിലാവും. ജസ്റ്റ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഒരു യൂണീക്ക് ആയിട്ടുള്ള ഫീൽഡാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്. അടുത്ത് നമ്മൾ ക്രിയേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ റീഡാണ്. എങ്ങനെയാണ് ഡാറ്റാബേസിലുള്ള സാധനങ്ങൾ റീഡ് ചെയ്യാന്നുള്ളതാണ്. റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റിൽ ക്രിയേറ്റിന് ഇൻസേർട്ട് എന്നാ പറയാ, റീഡിന് നമ്മൾ ഫൈൻഡ് എന്നാ പറയാ. അപ്പൊ എങ്ങനെ ഫൈൻഡ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ DB എന്ന് പറയാ, ഡോട്ട് ഇടാം, കളക്ഷന്റെ പേര് പറയും. ഇപ്പൊ നമ്മൾ DBനകത്ത് കുറെ കളക്ഷൻ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റുഡൻസ് എന്നുള്ള കളക്ഷനാണ്. ഇപ്പൊ സ്റ്റുഡൻസ് ആണ്. അതിൽ നമ്മൾ ഫൈൻഡ് എന്നുള്ളൊരു ഫംഗ്ഷനെ വിളിക്കുക കേട്ടോ. ഇപ്പൊ ഇൻസേർട്ട് ആണ്, ഇൻസേർട്ട് മെനു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ക്രിയേറ്റ് കളക്ഷന് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, പുതിയ ഫംഗ്ഷനാണ് ഫൈൻഡ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു 4 ഡോക്യുമെന്റുകളും ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഫൈൻഡ് വിളിച്ചു കഴിഞ്ഞാൽ ആ ഫൈൻഡ് എന്താ നമുക്ക് തരിക, നമ്മുടെ ആ ഒരു കളക്ഷനിലുള്ള എല്ലാവരും ഇങ്ങോട്ട് തരും. അതായത് ഇത് 20 കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഒരു 40 പേരുണ്ടെന്ന് വിചാരിച്ചു, ആണെങ്കിൽ ആദ്യം 20 ആൾക്കാരെ തന്നിട്ട് പിന്നെ 20 ആൾക്കാർ, അങ്ങനെ നെക്സ്റ്റ് അടിച്ചിട്ടാ കിട്ടുക കേട്ടോ. അത് നമ്മള് ടെർമിനലിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാട്ടോ. അപ്പൊ നിങ്ങൾ അതിനെ പറ്റി ഒന്നും മൈൻഡ് ചെയ്യണ്ട, നമ്മൾ ജസ്റ്റ് എന്താന്നുള്ള ഫൈൻഡ് എന്താന്നുള്ള മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്രിയേറ്റ് എങ്ങനെ, ഇൻസേർട്ട് ഓണോ, ഇൻസേർട്ട് മെനു. പിന്നുള്ളത് റീഡിന് നമ്മൾ ഫൈൻഡ് എന്നാണ് പറയാ. ഓക്കെ, അപ്പം ഫൈൻഡിന്റെ പ്രത്യേകത, നമ്മൾ ജസ്റ്റ് ഫൈൻഡ് കാലിയായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഫൈൻഡ് എന്ത് തരും, നമ്മുടെ ഡാറ്റാബേസിനകത്ത് ഈ കളക്ഷനകത്ത് ആരൊക്കെ ഉണ്ടോ അവരൊക്കെ തരും. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ഫൈൻഡിൽ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ വെച്ചിട്ട് പറയാൻ പറ്റും. അതായത് എനിക്ക് അലക്സിനെ മാത്രം മതി എന്ന് വിചാരിച്ചു, അതായത് എനിക്ക് അലക്സ് എന്ന് പേരുള്ള ആളെ കിട്ടണം എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഫൈൻഡിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ആദ്യത്തെ പാരാമീറ്റർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു കേളി ബ്രേസ്. ഇതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഇതൊരു ഫിൽട്ടർ ആണ്. അതായത് ഫൈൻഡ് കഴിഞ്ഞിട്ട് ഫൈൻഡിന്റെ അകത്ത് നമ്മൾ ഒരു പാരാമീറ്റർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഫിൽട്ടർ എന്ന് വിളിക്കാം. അപ്പൊ ഈ ഫിൽട്ടറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ അനുസരിച്ചിട്ട് ഫൈൻഡ് നമുക്ക് ഔട്ട്പുട്ട് തരും. അതായത് നമുക്ക് നെയിം അലക്സ് ഉള്ള ആളെ കിട്ടണമെങ്കിൽ നമ്മൾ നെയിം അലക്സ് കൊടുക്കണം. അപ്പൊ എന്താ നടക്കുക വെച്ചാൽ നെയിം എന്നിട്ട് അതിന്റെ വാല്യൂ അലക്സ് എന്നുള്ള ആരാണോ അയാളെ മാത്രമേ തരുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇതൊരു പെട്ടിയായിട്ട് തന്നെ, അതായത് ഒരു അറയായിട്ട് തന്നെയാണ് ഔട്ട്പുട്ട് വരുന്നത്. പക്ഷെങ്കിൽ അത് അലക്സ് എന്ന് പേരുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അയാളെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ജോ എന്ന് പേരുള്ള ആണെങ്കിലോ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജോ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് നെയിം അല്ല, ഇപ്പൊ ഏജ് 18 ഉള്ള ആൾക്കാരാണെന്ന് വിചാരിച്ചോ. ഏജ് 18 കണ്ടോ, 3 പേരായിരുന്നു 18 ഏജ് ഉണ്ടായിരുന്നത്. അപ്പൊ അവരെ 3 പേര് തന്നിട്ടുണ്ട്, അതായത് ജില്ലിനെ തന്നിട്ടില്ല. അപ്പൊ ഫൈൻഡിന്റെ കൂടെ നമുക്കിനി എന്ത് ചെയ്യാം, ഒരു പാരാമീറ്റർ പാസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഫിൽട്ടർ എന്നാണ് വിളിക്കുക. ഫിൽട്ടർ എന്തിനാണ്, നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടീഷന്റെ ബേസിൽ നമുക്ക് ആൾക്കാരെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഫൈൻഡിന്റെ കൂടെ ഫിൽട്ടർ കൊടുക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു വാല്യൂ, പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം, അതായത് നെയിം അലക്സ് ഉള്ള ആളെ മാത്രം, അല്ലെങ്കിൽ ഏജ് 18 ഉള്ള ആളെ മാത്രം, അങ്ങനെ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ചും കൂടെ ആൾക്കാരെ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ കുറച്ചും കൂടെ ഡാറ്റ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം കളഞ്ഞിട്ടുണ്ട്. അതായത് ഇത് ഞാൻ GPT-നെ കൊണ്ട് കുറച്ച് പേരുകൾ ജനറേറ്റ് ചെയ്യിപ്പിച്ചാണ്, എന്നിട്ട് അത് ഞാൻ ഇതിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ നെയിമും ഏജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ ജെൻഡറും ക്ലാസ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതേ തന്നെ നമ്മൾ ഫൈൻഡ് വിളിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 20 ആൾ വരും. ഇനി അടുത്ത 20 ആളെ കിട്ടണമെങ്കിൽ IT കൊടുത്താൽ അടുത്ത 20 ആളെ കിട്ടും. അങ്ങനെ 20 ആയിട്ടാണ് വരിക. പിന്നെ ഫൈൻഡിന്റെ കൂടെ നമ്മൾ ഫിൽട്ടർ കൊടുക്കുന്നത് പഠിച്ചു, ബേസിക് ആയിട്ടുള്ള ഫിൽട്ടർ കൊടുക്കുന്നത് പഠിച്ചു. ബേസിക് ആയിട്ടുള്ള ഫിൽട്ടർ കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് ഏതെങ്കിലും ഒരു കോളത്തിന്റെ വാല്യൂ, അതായത് നെയിമിന്റെ വാല്യൂ നമ്മൾ വിവേക് ജോൺ എന്നാണെന്നുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ മാച്ച് ആകുന്ന ആളെ മാത്രം തരും. കണ്ടോ, ഇയാളെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി അങ്ങനെ നമുക്ക് ഒന്ന് കൂടുതൽ മാച്ചിങ് ഉണ്ടെങ്കിൽ ഒന്ന് കൂടുതൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് നെയിമിന് പകരം ക്ലാസ് 5-ലുള്ള ആളെ കിട്ടണം എന്ന് വിചാരിച്ചു. അപ്പൊ ക്ലാസ് 5 എടുത്തു കഴിഞ്ഞാൽ 5ാം ക്ലാസ്സിലുള്ള എല്ലാവരും കിട്ടും. നമുക്ക് പെർട്ടിക്കുലർ വാല്യൂ മാച്ച് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പം അതാണ് ഫൈൻഡ് എന്ന് പറയുന്നത്. ഫൈൻഡിന്റെ കൂടെ ഇനിയും കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ച് ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അത് നമുക്ക് പറയാം. ഫൈൻഡ് പോലെ തന്നെ ഉള്ളതാണ് ഫൈൻഡ് 1. അപ്പൊ ഫൈൻഡ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കണ്ടീഷൻ മാച്ച് ആവുന്ന എല്ലാവരും ഇങ്ങോട്ട് തരും. അതായത് ക്ലാസ് 5-ലുള്ള എല്ലാവരും ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. നമുക്ക് അതിന് പകരം ഫൈൻഡിന്റെ അവിടെ ഞാൻ ഫൈൻഡ് 1 കൊടുക്കണം. നമ്മൾ ഇൻസേർട്ടിന്റെ കൂടെ ഇൻസേർട്ട് 2 ടൈപ്പ് ഉണ്ടായിരുന്നത്, ഇൻസേർട്ട് 1ഉം ഇൻസേർട്ട് മെനിയും. ഫൈൻഡ് 1ന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ കണ്ടീഷൻ മാച്ച് ആവുന്ന ഒരാളെ തരും. ആദ്യം കിട്ടിയ ആരെയാണോ അയാളെ തരും. ഓക്കെ, അപ്പൊ ഫൈൻഡ് 1ന്റെ ഔട്ട്പുട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് ഒരു കേളി ബ്രേസിലാണ്. അതായത് ഇത് ഒറ്റ സിംഗിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ് മാത്രമാണ്. നേരെ മറിച്ച് നമ്മൾ ഫൈൻഡ് തന്നെ കൊടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫൈൻഡിൽ നമ്മൾ നെയിം വിവേക് ജോൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ വിവേക് ജോൺ ഉള്ളൂ എന്ന് അറിയാം, എന്നാലും അത് എന്തിലാ തരുന്നത്, ഒരു പെട്ടിനകത്തായിട്ടാണ് തരുന്നത്. ഇത് നമ്മൾ മാറ്റിയിട്ട് ഫൈൻഡ് 1 ആക്കി കഴിഞ്ഞാൽ ഈ 2 സാധനങ്ങളും കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ഒരേപോലെ തോന്നുമെങ്കിലും ഇത് ഒരു അറയിനകത്തായിട്ടാണ്
ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സാധനം അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് ഈ ഒരു ഔട്ട്പുട്ട് ആണെങ്കിൽ നമ്മൾ ഇതൊരു അറേ ആയിട്ടായതുകൊണ്ട് തന്നെ അറേയിൽ ഇൻഡെക്സ് വെച്ചിട്ട് ആക്സ് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒറ്റ ഡോക്യുമെന്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു, CRUD ഓപ്പറേഷൻസിൽ ക്രിയേറ്റ് അഥവാ ഇൻസേർട്ട് പഠിച്ചു. ആ ഇൻസേർട്ടിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്, ഇൻസേർട്ട് വണ്ണോ ഇൻസേർട്ട് മെനു ഉണ്ടോ. ഒന്ന് കൂടുതൽ ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് മെനു കൊടുത്തിട്ട് ചെയ്യാം. പിന്നെ റീഡ് ആണ് പറഞ്ഞത്. റീഡിന് നമ്മൾ MongoDBയിൽ ഫൈൻഡ് എന്നാ പറയാ. ഫൈൻഡ് വൺ, അത് രണ്ടുള്ളൂ. ഫൈൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ കണ്ടീഷൻ എന്തെങ്കിലും അഥവാ ഫിൽറ്റർ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ ഫിൽറ്റർ മാച്ച് ആവുന്ന എല്ലാവരും വരും. ഫൈൻഡ് വൺ ആണെങ്കിൽ ആ ഫിൽറ്റർ മാച്ച് ആവുന്ന ഫസ്റ്റ് ആള് മാത്രം വരും. ഈ ഫൈൻഡിന്റെ കൂടെ നമുക്ക് അടുത്ത ഒരു പ്രോപ്പർട്ടി കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഫൈൻഡ് മാത്രം കൊടുക്കുകയാണ്. ഫൈൻഡ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എം ടി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമുക്കിവിടെ ഫിൽറ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആദ്യത്തെ 20 ആള് വരും. ഇനി IT കൊടുത്ത അടുത്ത 20 ആള് വരും. അങ്ങനെ വരും അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം എല്ലാ ഫീൽഡുകളും, അതായത് നമ്മൾ JSON-അകത്തുള്ള എല്ലാ ഫീൽഡുകളും വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് അതിന് പകരം നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫീൽഡ് മാത്രം മതി എന്നുള്ളത് വിചാരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് നെയിമുകൾ മാത്രം മതി. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താ കൊടുക്കുന്നത് വെച്ചാൽ ഫൈൻഡിൽ ആദ്യത്തെ പാരാമീറ്റർ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫിൽട്ടർ ആണ്. അത് കോമഡ, ഫിൽട്ടർ ഒന്നുമില്ല, അപ്പൊ കോമഡ. രണ്ടാമത്തെ പാരാമീറ്റർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ രണ്ടാമത്തെ പാരാമീറ്റർ നമ്മൾ പ്രൊജക്ഷൻ എന്നാണ് വിളിക്കുക. അതായത് ഏതൊക്കെ ഫീൽഡുകൾ നമുക്ക് വേണമെന്നാണ്. അത് എനിക്ക് നെയിം മാത്രം മതി എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ നെയിം 1 കൊടുക്കും. അപ്പം ഇനി നിങ്ങൾ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഔട്ട്പുട്ടിനകത്ത് കുറെ പേര് 20 പേര് വന്നിട്ടുണ്ട്. അപ്പൊ അതില് നെയിം പിന്നെ ID അവിടെ ഉണ്ട് കേട്ടോ, IDനെ മൈൻഡ് ചെയ്യണം. അപ്പൊ നെയിം മാത്രം നമുക്ക് വന്നിട്ട്, അതായത് നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫീൽഡ് മാത്രം മതി എന്നുണ്ടെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ നെയിമും ഏജും മാത്രം മതി എന്നുണ്ടെങ്കിൽ നെയിം 1 ഏജ് 1 കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് കാണാം എല്ലാവരുടെയും നെയിമും ഏജും മാത്രമേ വന്നിട്ട്. ഇപ്പൊ നമ്മളൊന്നും കൊടുത്തിട്ടില്ല പ്രൊജക്ഷൻ എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഡീഫോൾട്ട് ആയിട്ട് എല്ലാ പ്രോപ്പർട്ടീസും വരും, അല്ലെങ്കിൽ എല്ലാ ഫീൽഡുകളും വരും. പക്ഷെ നമ്മൾ അതിനകത്ത് പ്രൊജക്ഷൻ ആയിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫീൽഡ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ഫീൽഡ് മാത്രം നമുക്ക് വണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫീൽഡ് മാത്രമായിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഫീൽഡ് വേണ്ടാന്ന് വിചാരിച്ചു. അതായത് നമ്മളിപ്പം ഔട്ട്പുട്ടിൽ നമുക്കറിയാം ഇത്രയും ഫീൽഡുകൾ, നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, ജെൻഡർ ഉണ്ട്, ക്ലാസ് ഉണ്ട്. അപ്പൊ നമുക്ക് ജെൻഡർ വേണ്ടാന്ന് വിചാരിച്ചു. അതായത് ഔട്ട്പുട്ടിനകത്ത് നമുക്ക് ജെൻഡർ കാണിക്കണ്ട. അപ്പൊ നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് ജെൻഡർ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ജെൻഡർ 1 ആയിട്ട് കൊടുക്കും. ഓക്കെ, ഇനി ജെൻഡർ മാത്രം വേണ്ടാന്നുണ്ടെങ്കിൽ ജെൻഡർ നമ്മൾ എന്താക്കും, 0 ആക്കി കൊടുക്കും. മീനിങ് ജെൻഡർ എന്നുള്ള ഫീൽഡ് വേണ്ട, ബാക്കി എല്ലാ ഫീൽഡും വേണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എല്ലാ ഫീൽഡും ഉണ്ട്, നെയിമും ഉണ്ട്, ഏജും ഉണ്ട്, ക്ലാസ്സും ഉണ്ട്, പക്ഷെ ജെൻഡർ ഇല്ല. ഓക്കെ, അപ്പൊ ജെൻഡർ 0 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെയിം വേണം, പക്ഷെ ID ഒന്നും വേണ്ട, ജസ്റ്റ് നെയിം മാത്രം മതി. ഇപ്പൊ നെയിം 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറെ ഡീഫോൾട്ട് ആയിട്ട് ID കൂടെ ഇൻക്ലൂഡ് ആയിട്ട് വരും. ഇപ്പൊ ഈ ID വരുന്നത് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ഇട്ട് ID വേണ്ട, ID 0 കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാം പേര് മാത്രം വന്നിട്ടുണ്ട്, ID അടക്കം ഇല്ല. അപ്പൊ ഡീഫോൾട്ട് ആയിട്ട് ID വരും, ഇപ്പൊ ID ഇല്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻഡിന്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി ഫിൽട്ടർ ആണ്, രണ്ടാമത്തെ പ്രോപ്പർട്ടി പ്രൊജക്ഷൻ ആണ്. പ്രൊജക്ഷനിൽ നമുക്ക് ഫീൽഡിന്റെ പേര് :1 കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രം ഇൻക്ലൂഡ് ചെയ്യും, 0 കൊടുത്തു കഴിഞ്ഞാലോ അത് മാത്രം എക്സ്ക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ CRUD-നകത്ത് ക്രിയേറ്റും റീഡും പഠിച്ചു. ക്രിയേറ്റിന് നമ്മൾ ഇൻസേർട്ട് 1, ഇൻസേർട്ട് മെനി. റീഡ് നമ്മൾ ഫൈൻഡും ഫൈൻഡ് 1, അതായത് ഫൈൻഡ് മെനി ഫൈൻഡ് 1 അല്ല, ഫൈൻഡും ഫൈൻഡ് 1 ആണുള്ളത്. അടുത്തായിട്ട് നമുക്ക് അപ്ഡേറ്റ് എങ്ങനെ നടക്കുമെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ അടുത്ത് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ db.students എന്നുള്ള കളക്ഷനിൽ നമുക്ക് ഫൈൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിനകത്തുള്ള ആൾക്കാർ. ഓക്കെ, ഇതിൽ നമുക്ക് ഗോപികാരാജിന്റെ ഏജ് നമുക്ക് 9 ആക്കാണെന്ന് വിചാരിച്ചു. അതിനാണ് നമ്മൾ അപ്ഡേറ്റ് ഓപ്പറേഷൻ എന്ന് വിളിക്കുക. അതായത് ഒരു സാധനത്തിന്റെ എന്തെങ്കിലും ഫീൽഡിൽ മാറ്റം വരുത്താം അല്ലെ. അപ്പൊ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് db.students കളക്ഷന്റെ പേര് നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാം അങ്ങനെ തന്നെയാണ്. db.students.find, db.students.insert 1, insert many, അതൊക്കെ db.കളക്ഷന്റെ പേര്. അതേപോലെ തന്നെയാണ് ഇവിടെ സ്റ്റുഡൻസ് ഡോട്ട് അതാണ് അപ്ഡേറ്റ് 1. ഓക്കെ, ഒരാൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി അപ്ഡേറ്റ് 1 കൊടുക്കാം. അപ്പൊ അപ്ഡേറ്റ് 1 കൊടുത്തു കഴിഞ്ഞാൽ അതിൽ 2 കാര്യങ്ങൾ കൊടുക്കണം. ഒന്ന് നമുക്ക് ഫിൽട്ടർ ആണ് കൊടുക്കുന്നത്, അതായത് എങ്ങനെയാണ് ആളെ കണ്ടുപിടിക്കേണ്ടത്, അപ്ഡേറ്റ് ചെയ്യേണ്ട ആളെ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ അതിൽ ഫിൽട്ടറിൽ നമുക്ക് എന്ത് ചെയ്യാം, നെയിം കൊടുക്കാം. നെയിമിനകത്ത് ഗോപികാരാജ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് കേസ് സെൻസിറ്റീവ് ആയിട്ട് കൊടുക്കണം, അതായത് G-യും R-ഉം ക്യാപിറ്റൽ ആയതുകൊണ്ട് ഞാനത് ക്യാപിറ്റലായി കൊടുത്തിട്ടുണ്ട്. അപ്പം ഒന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ ഫൈൻഡ് 1-ൽ ഫൈൻഡിലൊക്കെ കൊടുക്കുന്ന മാതിരി ഫിൽട്ടർ പോലെ തന്നെ കൊടുത്തു. അതായത് നെയിം ഗോപികാരാജ് എന്നുള്ള ആളെയാണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് എന്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കൊടുക്കാം. അതെങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ ഒരു കേളി ബ്രേസിനകത്ത് കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം $set എന്നുള്ള ഒരു പ്രോപ്പർട്ടി പോലെ കൊടുക്കാം. അതിന്റെ വാല്യൂ ആയിട്ട് നമുക്ക് ഏത് ഫീൽഡിന്റെ വാല്യൂ ആണോ സെറ്റ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ അപ്പൊ നമുക്ക് ഈ ഗോപികാരാജിന്റെ ഏജ് നമുക്ക് എന്താക്കണം, 9 ആക്കണം അല്ലെ. അപ്പോൾ ഏജ് 9 കൊടുക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം, db.കളക്ഷന്റെ പേര് students.update 1, ഒരാൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആദ്യത്തത് ഫിൽട്ടർ ആണ്, അതായത് എങ്ങനെയാണ് ആളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നെയിം : ഗോപികാരാജ് ആണെങ്കിൽ അയാളുടെ പേര് കൊടുത്തു.
എന്നിട്ട് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കൊടുക്കുകയെന്ന് വെച്ചാൽ ഡോളർ സെറ്റിന്റെ അകത്താക്കിയിട്ടാണ് അപ്ഡേറ്റ് ചെയ്യേണ്ട ഫീൽഡുകളെ കൊടുക്കുക. ഞാൻ എൻ്റർ കൊടുത്തു. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മാച്ച്ഡ് കൗണ്ട് 1, മോഡിഫൈഡ് കൗണ്ട് 1. അതായത് ഒരാളെ കണ്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി മാച്ച് ആവുന്നത്. അതായത് നെയിം ഗോപിക രാജുള്ള ഒരാളെ കിട്ടിയിട്ടുണ്ട്, അയാളുടെ എന്തോ സാധനം മോഡിഫൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ വന്നിട്ട് ഫൈൻഡ് നോക്കാം. ഫൈൻഡിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗോപിക രാജിന്റെ ഏജ് നമുക്ക് കാണാം 9 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് കൂടുതൽ ഫീൽഡുകളൊക്കെ മാറ്റാം. അതായത് ഏജ് മാത്രമല്ല, നമുക്ക് നെയിം ഗോപിക രാജൻ എന്നാക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് അങ്ങനെ 2 ഫീൽഡുകൾ മാറ്റാം. അപ്പോൾ എത്ര ഫീൽഡ് മാറ്റി കഴിഞ്ഞാലും മോഡിഫൈഡ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഫീൽഡിന്റെ എണ്ണമല്ല, ഡോക്യുമെന്റിന്റെ എണ്ണമാണ്. അപ്പൊ അത് 1 വരുള്ളൂ. നമുക്കിനി ഒന്നും കൂടെ ഫൈൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഗോപിക രാജ് എന്നുള്ള മാറിയിട്ട് ഗോപിക രാജൻ എന്നായി. അങ്ങനെ നമുക്ക് അപ്ഡേറ്റ് 1 കൊടുക്കാം. അപ്പോൾ അപ്ഡേറ്റ് 1നെ പോലെ തന്നെയാണ് അപ്ഡേറ്റ് മെനു. ആകെ വ്യത്യാസം എന്താ, ഒന്ന് കൂടുതൽ ആൾക്കാരെ ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ്. അതായത് മാച്ചിങ് ആയി കഴിഞ്ഞാൽ അപ്ഡേറ്റ് 1ൽ ഒരാളെ മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്യുള്ളൂ, അപ്ഡേറ്റ് മെനുവിൽ ഒന്ന് കൂടുതലുള്ള ആൾക്കാരെ ചേഞ്ച് ചെയ്യും. അതായത് നമുക്ക് 3ാം ക്ലാസ്സിലുള്ള ആൾക്കാരൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, 12ാം ക്ലാസ്സിലേക്ക് ആക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എന്താ കൊടുക്കുക, ആദ്യത്തെ ഫിൽറ്ററിനകത്ത് ക്ലാസ് നമ്മൾ 3ാം ക്ലാസ് കൊടുക്കും. എന്നിട്ട് ചേഞ്ച് ചെയ്യാനുള്ള സാധനം നമ്മൾ നേരത്തെ കൊടുത്ത മാതിരി തന്നെ ഡോളർ സെറ്റിന്റെ വാല്യൂ ആയിട്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്യാനുള്ള സാധനം കൊടുക്കുക. അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ക്ലാസ് എന്താക്കി കൊടുക്കാണ്, 12ാം ക്ലാസ് ആക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ 3 ആൾക്കാർ മാച്ച് ആയിട്ടുണ്ട്, 3 ആൾക്കാർ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫൈൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇയാളൊക്കെ 3 ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് 12 ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കൂടുതൽ ആൾക്കാരെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ഡേറ്റ് മെനു ഉണ്ട്. അപ്പോൾ അപ്ഡേറ്റ് മെനു നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ കൊടുക്കുന്ന ഫിൽട്ടർ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ചേഞ്ച് ആയി പോകും. ആ കണ്ടീഷൻ മാച്ച് ആവുന്ന എല്ലാവരും ചേഞ്ച് ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ അപ്ഡേറ്റ് 1 ആണ് യൂസ് ചെയ്യുക. അത് മാത്രമല്ല, ഇനി അപ്ഡേറ്റ് 1 തന്നെ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം നമുക്ക് പ്രോപ്പർട്ടി നേരെ മാച്ച് ചെയ്തിട്ട് കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് സേഫ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാം. അതിനകത്തുള്ള ഏതെങ്കിലും ഒരു യുണീക്ക് ഫീൽഡ് വെച്ചിട്ട് എഴുതുന്നതായിരിക്കും. അതായത് നമുക്കിപ്പോൾ ഈ സുഹാന അമീന്റെ പേര് മാറ്റണം എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ നെയിം സുഹാന അമീൻ വെച്ചിട്ട് മാച്ച് ചെയ്താൽ ഇതും വർക്കാവും, കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ എവിടെയും ഇതിപ്പോ വലിയ ഡാറ്റാബേസ് ആണെങ്കിൽ സുഹാന അമീൻ എന്ന് പേരുള്ള വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളുടെയും ചേഞ്ച് ആവും. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഫീൽഡ് വെച്ചിട്ട് നമ്മൾ അപ്ഡേറ്റ് 1ൽ ഫിൽട്ടർ ആയിട്ട് കൊടുക്കാറുള്ളൂ. അതായത് അപ്ഡേറ്റ് 1ൽ നമുക്ക് ഐഡി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയുള്ള ഈ ഒബ്ജക്റ്റ് ഐഡി അങ്ങോട്ട് കൊടുക്കാം. എന്നിട്ട് അതിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോളർ സെറ്റിനകത്ത് നെയിം സുഹാന എന്ന് മാത്രമാക്കാം. നമ്മൾ എൻ്റർ കൊടുക്കാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ ID കൊടുത്തിട്ടുണ്ടല്ലോ, പക്ഷേ അപ്ഡേറ്റ് ആയിട്ടില്ല. അതായത് മാച്ച്ഡ് കൗണ്ട് 0, മോഡിഫൈഡ് കൗണ്ട് 0. റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ID കൊടുക്കുന്ന സമയത്ത് നമ്മൾ സ്ട്രിങ് ആയിട്ടല്ല ID വരുന്നത്, അതൊരു ഒബ്ജക്റ്റ് ID ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാച്ച് ചെയ്യാൻ കൊടുക്കുന്ന സമയത്തും ID നമ്മൾ എന്താക്കണം, അതൊരു ഒബ്ജക്റ്റ് ID ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ ഒബ്ജക്റ്റ് ID ആക്കി മാറ്റാൻ ഒന്നുമില്ല, ഇതിന്റെ മുമ്പിൽ ഒരു ഒബ്ജക്റ്റ് ID എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഒബ്ജക്റ്റ് ID ആയി മാറും. അതായത് കോഡ്സിൽ ഇട്ട് കഴിഞ്ഞാൽ സ്ട്രിങ് ആണ്, ഒബ്ജക്റ്റ് ഐഡിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ID ആണ്. ഓക്കെ, അപ്പോൾ മാച്ച് ആയിട്ടുണ്ട്, അപ്പോൾ സാധനം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫൈൻഡ് കൊടുത്തു കഴിഞ്ഞാൽ കാണാം സുഹാനന്റെ പേര് ജസ്റ്റ് സുഹാന എന്ന് മാത്രം ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു, ക്രിയേറ്റ് അഥവാ ഇൻസേർട്ട് 1, ഇൻസേർട്ട് മെനി പറഞ്ഞു, പിന്നെ റീഡ് അഥവാ ഫൈൻഡും ഫൈൻഡ് 1ഉം പറഞ്ഞു, പിന്നെ അപ്ഡേറ്റ്, അതിൽ അപ്ഡേറ്റ് 1, അപ്ഡേറ്റ് മെനി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ അടുത്തെന്തായിരിക്കും, ക്രിഡിൽ അവസാനത്തെ ഡിലീറ്റ് അല്ലേ. ഡിലീറ്റ് എങ്ങനെയാ ചെയ്യുക, ഒന്നുമില്ല, നമുക്ക് ഇതുവരെ ചെയ്ത അതേ പ്രോസസ് ആണ്. db.students. ഇപ്പൊ നമുക്ക് ഡിലീറ്റ് 1ഉം ഡിലീറ്റ് മെനിയും ഉണ്ട്. ഇപ്പൊ ഡിലീറ്റ് 1നകത്ത് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഫിൽറ്റർ കൊടുത്താൽ മതി ആരാണ് ഡിലീറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് സുഹാനനെ ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു, നെയിം സുഹാന ഉള്ള ആളെ ഡിലീറ്റ് ചെയ്യാൻ കൊടുക്കാം. ഓക്കെ, ഡിലീറ്റഡ് കൗണ്ട് 1, ഒരാൾ ഡിലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫൈൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ താഴത്ത് സുഹാന ഉണ്ടായിരുന്നു, ഇപ്പൊ സുഹാനെ കാണുന്നില്ല, സുഹാന ഡിലീറ്റ് ആയി. പിന്നെ ഒന്ന് കൂടുതൽ ആൾക്കാരെ ഡിലീറ്റ് ചെയ്യണമെങ്കിലോ ഡിലീറ്റ് മെനു കൊടുത്താൽ മതി. അതായത് ഡിലീറ്റ് മെനു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, എന്തെങ്കിലും കാരണവശാൽ ഫിൽറ്റർ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ചിലപ്പോൾ അറിയാതെ ഡിലീറ്റ് ആവും. പ്രൊഡക്ഷനിലൊക്കെയാണെങ്കിൽ നമുക്ക് ബാക്കപ്പ് ഉണ്ടാവും. ഇനിയിപ്പോൾ ബാക്കപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ പെർമനന്റ് ആയിട്ട് ലോസ് ആവും. അതുകൊണ്ട് തന്നെ ഡിലീറ്റ് മെനു യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 5ാം ക്ലാസ്സിലുള്ള എല്ലാവരും ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് മെനുവിനകത്ത് ക്ലാസ് 5. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം 5 റെക്കോർഡ്സ് ഡിലീറ്റ് ആയിട്ടുണ്ട്, 5 ഡോക്യുമെന്റ്സ് ഡിലീറ്റ് ആയിട്ട്. ഇപ്പോൾ ഡിലീറ്റ് 1 ഉണ്ട്, ഡിലീറ്റ് മെനു ഉണ്ട്. ഡിലീറ്റ് മെനു എന്ന് പറയുന്നത് കണ്ടീഷൻ മാച്ച് ആവുന്ന എല്ലാവരെയും കളയും. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ഇതുവരെ CRUD ഓപ്പറേഷൻസ് പറഞ്ഞു, ക്രിയേറ്റ് അഥവാ ക്രിയേറ്റിന് ഇവിടെ ഇൻസേർട്ട് 1, ഇൻസേർട്ട് മെനി ആണ്. റീഡിന് ഇവിടെ ഫൈൻഡും ഫൈൻഡ് 1ഉം ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് അപ്ഡേറ്റ് 1, അപ്ഡേറ്റ് മെനി ആണ്. പിന്നെ ഡിലീറ്റ് 1, ഡിലീറ്റ് മെനി. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഓപ്പറേഷൻസ്.
ഇനി ഇതിൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അതിലുള്ളതാണ് ഫൈൻഡിന്റെ കൂടെ നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സ് യൂസ്. അതിപ്പോ നമ്മൾ db.students.find പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വരും. ഇപ്പൊ എനിക്ക് പേര് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഫൈനകത്ത് ഫിൽറ്റർ ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫൈനകത്ത് നമുക്ക് പ്രൊജക്ഷൻ കൊടുക്കാം. അതിനകത്ത് നെയിം മാത്രം മതി, ഐ ഡി വരെ വേണ്ട. അപ്പൊ ഐ ഡി നമുക്ക് എന്ത് ചെയ്യാം, 0 കൊടുക്കാം. അങ്ങനെ പേരുകൾ മാത്രം വന്നിട്ട് ഇങ്ങനെ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും, കുഴപ്പങ്ങളൊന്നുമില്ല. ഈ ഫൈൻഡിന്റെ കൂടെ ഇനി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഫിൽറ്ററുകൾ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ വെറും ഫൈൻഡ് കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ വന്നോളൂ. നമുക്ക് അതിന് പകരം ഏജ് 14 ആളെ കിട്ടണമെങ്കിലോ നമുക്ക് ഏജ് 14 കൊടുത്തു കഴിഞ്ഞാൽ 14 ഏജുള്ള ആളെ കിട്ടും, അതും കുഴപ്പമില്ല. പക്ഷേ നമുക്കൊരു കണ്ടീഷന്റെ ബേസിൽ, അതായത് 14 അതിൽ താഴെയുള്ള ആൾക്കാരെ കിട്ടണം എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ 14 താഴെയുള്ള ആൾക്കാരെ കിട്ടണം, എങ്ങനെയായാലും. പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ വിചാരിക്കും, 14 ഇട്ടാലോ, അങ്ങനെയല്ല ഇടാ. നമുക്ക് ഏജിന്റെ വാല്യൂ 14 താഴെയുള്ള ആൾക്കാരെ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ ആയിട്ട് വീണ്ടും ഒരു കേളി ബ്രേസ് കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് നമുക്ക് ലെസ് ദാൻ ആണല്ലോ ഉണ്ട്, അപ്പോൾ $LT എന്ന് കൊടുക്കാം. എന്നിട്ട് 14 കൊടുക്കുക. ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഏജിന്റെ വാല്യൂ, അതായത് ഏജ് എന്നുള്ള ഫീൽഡിന്റെ വാല്യൂ 14 ലെസ് ദാൻ ആയ ആൾക്കാർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റർ കൊടുത്താൽ ഞങ്ങൾക്ക് കാണാം 14 താഴെയുള്ള ആൾക്കാരെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പം ലെസ് ദാൻ LT ആണ്. അങ്ങനെയാണെങ്കിൽ GT എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ആയിരിക്കും. അതേപോലെ തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിലോ LTE ആയിരിക്കും, അതായത് 14 കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിലോ GTE ആയിരിക്കും, അതായത് 14 അതിന്റെ മുകളിലോട്ടുള്ളത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഒരു ഫീൽഡിന്റെ വാല്യൂ പെർട്ടിക്കുലർ വാല്യൂ അല്ലാണ്ട് നമുക്കൊരു റേഞ്ച് ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് LT, GTE. ഇനിയിപ്പം വേറൊന്നുള്ളതാണ് നോട്ട് ഈക്വൽ ടു NE എന്ന് കൊടുക്കുക. NE എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോട്ട് ഈക്വൽ ടു ആണ്, അതായത് 14 അല്ലാത്ത എല്ലാവരെയും. അങ്ങനെ നമുക്ക് വാല്യൂ ജസ്റ്റ് സ്റ്റാറ്റിക് ആയിട്ട് കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് കണ്ടീഷൻ ബേസിൽ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വറീസ് ഫൈൻഡിൽ എങ്ങനെ എഴുതാൻ നോക്കാം. അതായത് നമ്മുടെ കയ്യിൽ db.students.find കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരെയും കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കിതിൽ 15 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെ കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ രണ്ടും കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നുണ്ട് അല്ലെ. ഒന്ന് 15 വയസ്സിന് താഴെയുള്ള ആളായിരിക്കണം, രണ്ടാമത്തത് ജെൻഡർ മെയിൽ ആയിരിക്കും. 15 വയസ്സിൽ താഴെയുള്ള ആൾ എങ്ങനെ നമ്മൾ എടുക്കുക, db.students.find, എന്നിട്ട് അതിനകത്ത് നമ്മൾ ഏജ് എന്താക്കി കൊടുക്കും, ഏജ് 15 വയസ്സിന് താഴെ എന്നാണെങ്കിൽ ലെസ് ദാൻ എന്ത് കൊടുക്കും, 15 കൊടുക്കും. അതായത് ഇപ്പൊ 15 വയസ്സിന് താഴെയുള്ള ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ജെൻഡർ ആണ് വേണ്ടെന്നുണ്ടെങ്കിലോ നമ്മൾ എന്താ കൊടുക്കാം, ജെൻഡർ മെയിൽ വേണം. ഓക്കെ, രണ്ടും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് രണ്ടും എങ്ങനെ നമുക്ക് കമ്പൈൻ ചെയ്യാൻ നോക്കാം. അതായത് ജെൻഡർ മെയിലും വേണം, അതേപോലെ തന്നെ ഏജ് ലെസ് ദാൻ 15 വേണം. അതെങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ നമ്മൾ db.students.find കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് പുതിയൊരു സാധനം കൊടുക്കുക. അതായത് ഇതിപ്പോ രണ്ട് കണ്ടീഷൻ ഒരുമിച്ച് കൊണ്ടുകൊണ്ട് തന്നെ ഇത് രണ്ടും ശരിയാകുന്ന സിറ്റുവേഷനിൽ മാത്രം നമുക്ക് ഔട്ട്പുട്ട് കൊണ്ട്, അതായത് ഏജ് 15-നേക്കാളും താഴെ ആയിരിക്കണം, ജെൻഡർ മെയിലും ആയിരിക്കണം. അപ്പൊ രണ്ടും ഒരുമിച്ച് ശരിയാവണമെങ്കിൽ നമ്മളതിനെ ആൻഡ് എന്നാ പറയുക. അതായത് രണ്ട് കണ്ടീഷൻ ഒരുമിച്ച് ശരിയായാലും മാത്രം വർക്ക് ചെയ്യണം. അപ്പൊ ആൻഡ് കൊടുക്കാം. എന്നിട്ട് അതിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ ഒരു പെട്ടിയാണ് കൊടുക്കുക. അതായത് ഇതിനകത്ത് ഈ പെട്ടിനകത്തുള്ള കണ്ടീഷൻസ് ഒക്കെ ശരിയായാലും മാത്രമേ ഇത് ഔട്ട്പുട്ട് ആയിട്ട് തരുള്ളൂ. അതായത് ഒന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു നമ്മൾ കൊടുത്തത് ഏജ് എന്താ ലെസ് ദാൻ 15. ഓക്കെ, അതൊരു കണ്ടീഷനായ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ നമ്മൾ കൊടുത്തത്, ജെൻഡർ എന്താണ് മെയിലാണ്. നമ്മൾ എന്താ ഇപ്പൊ ചെയ്തത്, ഫൈൻഡിനകത്ത് നമ്മൾ ആൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ കൊടുക്കുകയാണ്. ആ വാല്യൂ എന്താണ്, ഒരു പെട്ടിനകത്താണ്. ആ പെട്ടിനകത്ത് എന്താണ്, കുറെ കണ്ടീഷനാണ്. ഇപ്പൊ ഒരു കണ്ടീഷൻ എന്താ, ഏജ് ലെസ് ദാൻ 15. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, ജെൻഡർ മെയിൽ. ഓക്കെ, ഞാൻ എൻ്റർ കൊടുക്കുകയാണ്. എൻ്റർ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ എന്താ സംഭവിച്ചത്, 15 വയസ്സിന് താഴെയുള്ള ബോയ്സിനെ മാത്രം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇത് ശരിയാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആൻഡ് ആണ് കൊടുത്തത്. ആൻഡ് കൊടുത്തോണ്ട് തന്നെ ഈ കണ്ടീഷൻ ശരിയാവണം, അതേപോലെ തന്നെ ഈ കണ്ടീഷൻ ശരിയാവണം. അതായത് ആൻഡിനകത്ത് ഈ പെട്ടിനകത്ത് എത്ര കണ്ടീഷൻ ഉണ്ടോ, അതായത് ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എത്ര കണ്ടീഷൻ ഉണ്ടോ ആ കണ്ടീഷനൊക്കെ ശരിയായാൽ മാത്രമേ ആൻഡിൽ ഔട്ട്പുട്ട് വരുള്ളൂ. ഇപ്പൊ രണ്ടെണ്ണം മാത്രം എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ആൻഡിന് പകരം ഞാൻ ഓറാ കൊടുത്തെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോഗ്രാമിംഗ് പഠിച്ച ആൾക്കാരാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും ആൻഡ് ഓറും നമ്മൾ വ്യത്യാസം. ഓറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓറിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാച്ചിങ് ആയാൽ എല്ലാവരും ഒരുമിച്ച് മാച്ചിങ് ആവണമെന്നില്ല. ഇനി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഫീമെയിൽ ഒക്കെ വരുന്നുണ്ട്. ഒന്നുകിൽ 15 വയസ്സിന് താഴെ ആയിരിക്കണം, അല്ലെങ്കിൽ മെയിൽ ആയിരിക്കണം. അപ്പൊ ഇതെന്താ സംഭവിക്കുക, 15 വയസ്സിന് താഴെയുള്ള ഗേൾസ് കൂടെ ഇതിലേക്ക് ഇൻക്ലൂഡ് ആവും. മറ്റേത് എന്തായിരുന്നു, രണ്ട് കണ്ടീഷൻ മാച്ചിങ് ആയാലും മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ എന്താ ചെയ്ത, ഓറ കൊടുത്ത്. ഓറ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത ഈ പെട്ടിനകത്തുള്ള ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാച്ച് ആവുന്ന ഡോക്യുമെന്റ് ഒക്കെ ഇങ്ങോട്ട് തരും. ഇപ്പോൾ ഓറും ആൻഡും പറഞ്ഞു. ഇനി ഓറും ആൻഡും അല്ലാണ്ട് വേറെ ഉണ്ട്, നോറുണ്ട്. അപ്പൊ നോറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതില് രണ്ടിൽ ഞാൻ കാണിച്ചു തരാം. നമ്മള് പ്രോഗ്രാമിംഗിൽ നോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗേറ്റിലൊക്കെ പറയാറുണ്ട്, നോർ ഗേറ്റ് ഒക്കെ പറയാം. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ജെൻഡർ മെയിൽ ആയിട്ടുള്ള ആളും വേണ്ട, ഏജ് 15-നേക്കാളും കുറഞ്ഞിട്ടുള്ള ആളും വേണ്ട. അതായത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആ വരാം.
അതായത് ഏജ് 15 അതിൽ മേലോ ആയിരിക്കും, ജെൻഡർ ഫീമെയിൽ ആയിരിക്കും, അതായിരിക്കും ഔട്ട്പുട്ടിൽ വരാം. അപ്പൊ ഇതൊരു നോറാണ്. ശരിക്കും പറഞ്ഞാൽ നോർ ഗേറ്റ് ഒക്കെ പഠിച്ച ആൾക്കാർക്ക് അറിയാം. അങ്ങനെ നമ്മൾ ആൻഡും ഓറും നോറും പറഞ്ഞ് ഇനിയും നമ്മൾ ഗേറ്റുകളൊക്കെ പഠിച്ച ആൾക്കാരാണ് നാൻഡ് ഗേറ്റ് ഉണ്ടല്ലോ, നോട്ട് ഗേറ്റ് ഉണ്ടല്ലോ, അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ ഇത് അറിഞ്ഞിരിക്കാം. അതായിട്ട് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന വേറൊരു ഓപ്പറേഷൻ പറഞ്ഞുതരാം. നമ്മൾ ഫൈനിനകത്ത് നമ്മൾ പലപ്പോഴും ഈ സ്ട്രിങ് ടൈപ്പ് വാല്യൂസ് ഉണ്ടല്ലോ, അതായത് നെയിം പോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് എ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവരുടെ പേരും കിട്ടണം. അങ്ങനെ എന്തെങ്കിലും ഒരു പാറ്റേൺ വെച്ചിട്ട് മാച്ച് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ ഒരുപാട് ചെയ്യുന്നതാണ്. അപ്പൊ ഈ പാറ്റേൺ മാച്ചിങ്ങിന് പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. റെഗുലർ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഒരു പാറ്റേണിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള കൈൻഡ് ഓഫ് ലാംഗ്വേജ് ആണ് റെഗുലർ എക്സ്പ്രഷനെ. കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഞാനൊരു സൈറ്റ് ഇടാം, അതിനകത്ത് നിങ്ങൾക്ക് ഈ റെജക്ട്സ് എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ നമുക്കിപ്പോൾ വേണ്ടത് എന്താ വെച്ചാൽ എ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണ ആൾക്കാരുടെ മൊത്തം ലിസ്റ്റ് വേണമെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ db.students.find കൊടുക്കും. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് നെയിം ആണ് ഫിൽട്ടർ ചെയ്യേണ്ടത്. അപ്പൊ നെയിം കൊടുക്കും. എന്നിട്ട് അതിന്റെ വാല്യൂ നമ്മളൊരു റെഗുലർ എക്സ്പ്രഷൻ ആയിട്ട് കൊടുക്കുകയാണ്. അതായത് അതെങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ വാല്യൂ നമ്മൾ വീണ്ടും കേളി ബ്രേസിൽ കൊടുക്കുക. എന്നിട്ട് റെജക്ട്സ് എന്ന് പറയും റെഗുലർ എക്സ്പ്രഷൻ. റെഗുലർ എക്സ്പ്രഷൻ നിങ്ങൾ ജാവാസ്ക്രിപ്റ്റിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, നമ്മൾ 2 ഫോർവേഡ് സ്ലാഷിന്റെ ഇടയിലാക്കിയിട്ടാണ് കൊടുക്കാറ്. അതിൽ നമുക്ക് എ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ സ്റ്റാർട്ടിങ് വിത്ത് ക്യാപിറ്റൽ എ ആൻഡ് ആഫ്റ്റർ ദാറ്റ് എനി ക്യാരക്ടർ ആൻഡ് എൻഡിങ്. ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ പേരുകൾ മൊത്തം, ഡീറ്റെയിൽസ് മൊത്തം വന്നിട്ടുണ്ട്. അതായത് ഞാനിവിടെ ഒരു റെഗുലർ എക്സ്പ്രഷൻ ആണ് കൊടുത്തത്. ഈ കൊടുത്ത സാധനം എന്താണെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പൊ അത് എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. അപ്പൊ ഇത് നമുക്ക് കുറേം കൂടെ കോംപ്ലക്സ് ആക്കിയിട്ട് പല രൂപത്തിലേക്ക് ഇതിനെ മാറ്റാൻ പറ്റും. അപ്പൊ നമുക്കിനി മോങ്കോഡിബിയിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, കുറച്ചും കൂടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കളക്ഷനകത്ത് എത്ര ഡോക്യുമെന്റ് ഉണ്ട് എന്ന് അറിയണം എന്ന് വിചാരിച്ചു. നമുക്ക് കൗണ്ട് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് വിളിച്ചു കഴിഞ്ഞാൽ എത്ര ഡോക്യുമെന്റ്സ് ഉണ്ടെന്നുള്ള. അപ്പോൾ 34 പേര് ഇതിനകത്തുണ്ട്. അതിൽ തന്നെ നമുക്ക് ഫിൽറ്റർ കൊടുത്തിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജെൻഡർ മെയിലുള്ള ആൾക്കാർ എത്ര ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ജെൻഡർ മെയിൽ ആയിട്ട് കൊടുക്കും. അപ്പോൾ 18 പേരാണ് മെയിൽ ആയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഇനി ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ഇതിനകത്തുണ്ട്. അത് നമുക്ക് റിക്വയർമെന്റ് അനുസരിച്ച്, അതായത് നമ്മൾ ആവശ്യം വരുന്നതിനനുസരിച്ചിട്ട് പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ മോങ്കോഡിബിയുടെ ഡോക്യുമെന്റേഷൻ ഞാൻ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അഡ്വാൻസ്ഡ് ആയിട്ട് ഫൈൻഡ് യൂസ് ചെയ്യുന്നതും അതേപോലെ തന്നെ അഗ്രിഗേറ്റ്സും പൈപ്പ് ലൈനും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തരാന്നുള്ളതാണ് വിചാരിച്ചത്. നമുക്ക് ബാക്കി കാര്യങ്ങൾ നമ്മളെ എക്സ്പ്രസ് കോഴ്സിലും അതേപോലെ തന്നെ നമ്മളെ ബാക്ക് എൻഡ് ചെയ്യുന്ന ഡിഫറെന്റ് വീഡിയോസ് റിലീസ് ചെയ്യുന്നതായിരിക്കും, അതിനകത്ത് പഠിക്കാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും പിന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും ചെയ്തേക്കണേ.